മണിക്കുട്ട. ഗുഡ് മോർണിംഗ് പാറു. ഗുഡ് മോർണിംഗ് മണിക്കുട്ട. എങ്ങനെയുണ്ടായിരുന്നു ഈ വീട്ടിലെ ഉറക്കം? ഒരു കുഴപ്പമില്ല, നന്നായിട്ട് ഉറങ്ങി. അപ്പൊ ഈ വീട് ഓക്കെയാണ്? അതെ, ഇവിടെ നല്ല മനസമാധാനവും സന്തോഷവും ഒക്കെ ഉണ്ട്. അത് കേട്ടാ മതി. വിശാൽ സാർ എവിടെ പോയി? വിശാൽ സാർ നേരത്തെ എണീറ്റു. എന്നിട്ട് എന്നെ വിളിച്ചില്ലല്ലോ. പാർവതി ഉറങ്ങുന്നുണ്ട്, ശല്യപ്പെടുത്തണ്ടെന്ന് കരുതിയിട്ടുണ്ടാവും. സാർ എവിടെ? സാറ് പാർവതിക്ക് വേണ്ടി അവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അത് പാറു നേരിട്ട് പോയി കണ്ടാ മതി. പക്ഷെ അതെല്ലാം കാണുമ്പോ പാറു അതിശയിച്ചു പോവും. ഓഹോ, എന്നെ അതിശയിപ്പിക്കാൻ വേണ്ടി സാർ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടല്ലേ? ഞാനൊന്ന് നോക്കട്ടെ. മണിക്കുട്ട, ഇതാരീ കോലം വരച്ചത്? വേറെ ആരാണ് വരയ്ക്കുന്നത്? ഇത് വരച്ചത് നിന്റെ പ്രിയതമൻ തന്നെയാണ് പാറു. വിശാൽ സാറാ ഈ കോലം വരച്ചത്. വിശാൽ സാറോ? സാറിന് ഇത്രയും വരയ്ക്കാനൊക്കെ അറിയായിരുന്നോ? അതൊക്കെ സാറിനോട് നേരിട്ട് തന്നെ ചോദിക്കണം. എന്തായാലും ഇത് അതിശയായിരിക്കുന്നു. അയ്യോ, സാർ എന്തിനാ ചായ ഇട്ടേ? എന്താ, ഞാൻ ചായ ഉണ്ടാക്കിയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സാർ എന്തിനാ ഇത്ര രാവിലെ കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്തത്? ഞാൻ ഇതൊക്കെ ചെയ്യുമായിരുന്നല്ലോ. ഇത്രയും കാലം താൻ തന്നെയല്ലേ എനിക്കെല്ലാം വെച്ച് വിളമ്പി തന്നത്. ഇനി കുറച്ചു ദിവസം തനിക്ക് വേണ്ടി ഞാൻ ഇതൊക്കെ ചെയ്തെന്ന എന്താ കുഴപ്പം? അയ്യോ, അതൊന്നും വേണ്ട സാർ. സാറിന് ഇതൊക്കെ വെച്ച് വിളമ്പേണ്ടത് എന്റെ കടമയാ. ആയിക്കോട്ടെ എന്ന് കരുതി തിരികെ ഭാര്യയ്ക്കും ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തുവിടാന്ന് നിയമമൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ദൈവകോപമൊന്നും ഉണ്ടാവില്ല. സോ ഇന്ന് മുതൽ ഈ വീടിന്റെ മുഴുവൻ ജോലികളും എന്റെ ഉത്തരവാദിത്തത്തിൽ പെടുന്നത്. ഈ വീട്ടിൽ ഇനി എന്ത് ജോലി ഉണ്ടായാലും അത് നമ്മൾ പരസ്പരം ഷെയർ ചെയ്ത് ചെയ്യും. സാർ, അത് വേണം. അതാ എന്റെ തീരുമാനം. ഇനി അതില് ഒരു മാറ്റവും ഇല്ല. താൻ ഈ ചായ കുടിച്ചേ. വായിൽ വെച്ച് കുടിക്കാൻ കൊള്ളാമെന്ന് എനിക്കൊന്ന് അറിയണമല്ലോ. എങ്ങനുണ്ട്? നന്നായിട്ടുണ്ട്. അത് വെറുതെ താൻ എന്നെ ചുമ്മാ സുഖിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ലേ? അല്ല, സത്യമായിട്ടും ചായ അസലായിട്ടുണ്ട്. നന്നായിട്ടുണ്ട് സാർ. 100-ന് 100 ഇല്ലെങ്കിലും ഒരു 90 മാർക്കൊക്കെ കൊടുക്കാം. മതി, അത് മതി. പതിയെ പതിയെ ഞാനത് 100 ആക്കിക്കോളാം. പാറു, ഇന്നലെ രാത്രി വിശാൽ സാർ ഇവിടെ നിന്റെ അടുത്തില്ലായിരുന്നു. അത് നീ അറിഞ്ഞോ? ഇല്ല, ഞാൻ അറിഞ്ഞില്ല. സാർ ഇവിടെ ഇല്ലായിരുന്നോ? അത് ഞാൻ പരിങ്ങയൊന്നും വേണ്ട സാർ. ഉള്ളതുപോലെ പറഞ്ഞാ മതി. അത് ഞാനിവിടെ ഇല്ലായിരുന്നു പാർവതി. പിന്നെ സാർ എവിടെ പോയിരുന്നു? അത് പാർവതി, നമുക്കെപ്പോഴും മറ്റുള്ളവരുടെ സഹായത്തിൽ ജീവിച്ചാൽ പോരല്ലോ. സ്വന്തമായി വരുമാനം വേണ്ടേ, പണം വേണ്ടേ? അതുകൊണ്ട് ഞാൻ ഇന്നലെ രാത്രി ഗോഡൌണിലെ തൊഴിലാളികൾക്കൊപ്പം ചുമടെടുക്കാൻ പോയി. ഏത് തൊഴിലിനും അതിൻ്റെതായ മാന്യതയുണ്ട് പാർവതി. അന്യരുടെ മുന്നിൽ കൈനീട്ടുന്നതിനേക്കാളും നല്ലതല്ലേ അധ്വാനിച്ച് പണം നേടുന്നത്? അതുകൊണ്ട് ഞാൻ ചുമടെടുത്തു. അതിനുള്ള ആരോഗ്യവും കായിക ശേഷിയൊക്കെ എനിക്കുണ്ടല്ലോ. ദേ, ഇതാണ് ഇന്നലെ രാത്രി ഞാൻ സമ്പാദിച്ച കൂലി. ഇത് താൻ തൻ്റെ കയ്യിൽ വെച്ചേക്ക്.
ഇത് പിടിക്ക. പാർവതി ഉണ്ടായിരുന്നപ്പോ ആ കുട്ടി എത്ര വൃത്തിയായിട്ടും ഭംഗിയായിട്ടുമാ ഈ വീടിനെ സൂക്ഷിച്ചിരുന്നത്. എന്ത് ഐശ്വര്യമായിരുന്നു ഇവിടം. ഇനിയെല്ലാം നശിക്കും. പാർവതി ഇല്ലാത്ത വീട്ടിൽ ഭൂദേവി കുടിയേറും. അതുറപ്പാ. വിശാൽ സാർ ചേച്ചിക്ക് വാങ്ങിക്കൊടുത്ത വില കൂടിയ സാരികളാ. ഇനിയെല്ലാം എനിക്ക് സ്വന്തം. പല്ലവി, നീ എന്താ ഇവിടെ കാണിക്കുന്ന? അത് അല്ല വിപിൻ സാറേ, ചേച്ചിയുടെ സാരികളൊക്കെ ഇവിടെ ഇരിക്കല്ലേ. ഇനി ഇത് ആർക്ക് വേണ്ടി ഇവിടെ വെച്ചിരിക്കുന്നത്? ആ സാരികളൊക്കെ ഇവിടെ തന്നെ ഇരിക്കും. ഇതിൽ നിന്ന് ഒരു സാരി പോലും നീ എടുത്തേക്കരുത്. അല്ല വിപിൻ സാറേ, ഞാൻ ഈ സാരികൾ എടുക്കുന്നതിൽ എന്താ കുഴപ്പം? പല്ലവി, അച്ഛൻ ചത്തിട്ട് കട്ടിലൊഴിയാൻ കാത്തു നിൽക്കുന്ന പോലെയാണല്ലോ നിന്റെ ഈ സ്വഭാവം. പാർവതിയും വിശാലേട്ടനേ
എന്നേക്കുമായിട്ട് ഇവിടുന്ന് പോയതൊന്നുമല്ല. അവര് വരും. അതുവരെ നീ ഈ മുറിക്കകത്ത് മേലാ കയറി പോരുത്. ഇറങ്ങ. ഇറങ്ങാൻ. ഇങ്ങോട്ട് വാ. പോ. അമ്മേ, അമ്മ എന്തിനാ വിളിച്ചത്? വിനയ്, ഞാൻ എന്ത് ലക്ഷ്യത്തോടെയാണോ ഗോപിനാഥിന്റെ ഭാര്യയായി ഈ വീട്ടിൽ കാലുകുത്തിയത്, ആ ലക്ഷ്യം ഞാൻ സാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമാണ് സഫലമായിരിക്കുന്നത്. അതിന്റെ ക്രെഡിറ്റ് മറ്റൊരാൾ കൂടി കൊടുക്കണം. തീർച്ചയായിട്ടും എന്റെ മോളുടെ പങ്ക് ഞാൻ മറന്നിട്ടേയില്ല. അതെനിക്ക് മറക്കാൻ സാധിക്കോ? പല വർഷങ്ങളായി ഞാൻ വിചാരിച്ചിട്ട് സാധിക്കാത്ത കാര്യം ഇവളുടെ പദ്ധതിയില് എത്ര പെട്ടെന്നാണ് സാധിച്ചെടുത്തത്. പാർവതി അവളായിട്ട് തന്നെ ഈ സ്വത്തും കമ്പനിയുമെല്ലാം എനിക്ക് എഴുതി തന്നിട്ട് പോയില്ലേ? അതിനുവേണ്ടി റിയ ഉണ്ടാക്കിയെടുത്ത തന്ത്രം അത് ഗംഭീരം തന്നെയായിരുന്നു. കൺഗ്രാറ്റുലേഷൻസ് മോളു. പ്രഭാവതി, നരക പിശാചേ, എനിക്ക് നിന്റെ അഭിനന്ദനമൊന്നും വേണ്ട. ഈ സ്വത്തുക്കളും കമ്പനിയൊക്കെ നിന്റെ കയ്യിലെത്തിക്കാൻ എനിക്കറിയാമെങ്കിൽ അത് മുഴുവനും നിന്റെ പക്കൽ നിന്നും അടിച്ചുകൊണ്ട് പോകാനുള്ള ബുദ്ധിയും എനിക്കുണ്ട്. നിന്റെ മക്കളെല്ലാം മണഗുണാഞ്ചന്മാരായതുകൊണ്ട് എനിക്കത് ഈസിയായിട്ട് സാധിക്കും. വിശാൽ, അവനൊരു നിസ്വാർത്ഥനായ മരപ്പൊട്ടൻ. ഇവൻ വിനയ്, പെണ്ണെന്ന് കേട്ടാൽ അവിടെ നിന്നും മാറാത്ത മറ്റൊരു കോന്തൻ. ഇവനൊക്കെ കൂടെയുള്ളപ്പോൾ റിയയ്ക്ക് സ്വത്തുക്കൾ തട്ടിയെടുക്കാനാണോ പ്രയാസം? പ്രഭാവതി, തൽക്കാലം നീ റാണിയായിട്ട് വിലസിക്കും. എനിക്കുള്ള അവസരം ഒന്ന് വരട്ടെ. അതുവരെ ഞാൻ ഇവിടെയൊക്കെ തന്നെ ചുറ്റിപ്പറ്റി ഉണ്ടാവും. അല്ലറിയ, നീ എന്താ ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുന്നത്? അല്ല, ഞാൻ വിശാലിന്റെയും പാർവതിയുടെയും ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. പാർവതി കാരണം വിശാലിനും കോളനിയിൽ കഴിയേണ്ട ഒരു സ്ഥിതി വന്നില്ലേ? ഹാ, പാവം, ഇന്നലെ രാത്രി എങ്ങനെ കിടന്നുറങ്ങിയോ ആവും. എന്തായാലും വല്ലാത്തൊരു ദുരിത ജീവിതമല്ലേ അവരനുഭവിക്കാൻ പോകുന്നേ. ഇതെന്തോന്ന് ദുരിതം റിയ? ദുരിതങ്ങളുടെയും കഷ്ടപ്പാടുകളുടെയും പെരുമഴ അവളുടെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്നതേയുള്ളൂ. അതിനുള്ള പണികള് ഞാൻ ഒന്നിനു പിറകെ ഒന്നായി കരുതി വെച്ചിരിക്കുമല്ലേ. അമ്മേ, പണി കൊടുക്കുന്നതിനൊപ്പം നമുക്ക് ഇങ്ങോട്ട് പണി കിട്ടാതെ സൂക്ഷിക്കണം. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്? അമ്മേ, അമ്മ ഒരു പാമ്പിനെയാണ് തല്ലി നോവിച്ചത്. അത് മറക്കരുത്. പാർവതി വെറുതെ ഇരിക്കുന്നു കരുതണ്ട. സ്വത്തുക്കൾ തിരികെ പിടിക്കുമെന്ന് അവൾ അമ്മയെ വെല്ലുവിളിച്ചിട്ട് പോയ സ്ഥിതിക്ക് ഒരു ദിവസം പോലും പാഴാക്കാതെ അവൾ അതിനുള്ള ശ്രമങ്ങൾ തുടങ്ങുന്ന ഉറപ്പാണ്. അതുകൊണ്ട് അവൾ മനസ്സിൽ കാണുമ്പോൾ നമ്മളത് മാനത്ത് കാണണം. എടാ, അവളിനി എന്ത് ചെയ്യാനാ? എന്റെ പേരിലിരിക്കുന്ന സ്വത്തുക്കള് അവളിനി എങ്ങനെ തിരികെ പിടിക്കും? അതൊന്നും പറയാൻ പറ്റില്ല. ഈ സ്വത്തുക്കളെ ചുറ്റിപ്പറ്റി ധാരാളം രഹസ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാ. അല്ല, അതമ്മയ്ക്ക് അറിയാലോ. അത് ശരിയാ, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാതിരുന്നില്ല. ചിന്തിക്കണം, ചിന്തിച്ചേ തീരും.
ഇല്ലെങ്കിൽ ഈ സ്വത്തുക്കൾ കിട്ടിയതുപോലെ തന്നെ അവർക്ക് തിരികെ ചെന്ന് ചേരാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ആചാര്യ വക്കീലിനെ കണ്ട് എത്രയും പെട്ടെന്ന് തന്നെ രഹസ്യങ്ങൾ മുഴുവൻ നമ്മൾ അറിയണം. അതറിഞ്ഞാൽ മാത്രമേ അവൻ്റെ അവളുടെ നീക്കങ്ങളെ നമുക്ക് തടയാൻ സാധിക്കൂ. എന്നാ വൈകിക്കണ്ട. ഇന്ന് തന്നെ നീ റിയയും കൂടി ആചാര്യ വക്കീലിനെ പോയി കണ്ടിട്ട് രഹസ്യങ്ങൾ അറിഞ്ഞിട്ട് വരും. ശരിയമ്മേ, ഞങ്ങൾ ഇന്ന് തന്നെ പോവാം. ഡയറിയിൽ നിന്ന് കീറിപ്പോയ പേജുകളിൽ എന്താണ് കുറിച്ചിരുന്നതെന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ട് നിങ്ങൾക്കത് അറിയില്ല? അതിനുള്ള ഉത്തരം വിനയനറിയാമല്ലോ. വിനയും പ്രഭാവതി അമ്മയും കൂടി ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞതല്ലേ ആ ഡയറി ഞാൻ തുറന്നു നോക്കിയിട്ടില്ലെന്ന്. കുട്ടി, ഞാൻ ആ ഡയറി ഇന്നേ വരെ തുറന്നു നോക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ വിശ്വനാഥൻ സാർ എന്തൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് സത്യമായിട്ട് അറിയില്ല. പിന്നെ നിങ്ങൾക്ക് എന്താണ് അറിയാവുന്നത്? അത് പറയും. വിനയ് എന്നോട് രോഷം കൊണ്ടിട്ട് കാര്യമൊന്നുമില്ല. അറിയാത്ത കാര്യം ഞാൻ എങ്ങനെ പറയും? പിന്നെ ഒന്ന് ഞാൻ പറയാം. വാരിശ്ശേരിയിൽ വിശ്വനാഥൻ സാർ അദ്ദേഹത്തിന്റെ മകളുടെ പേരക്കുട്ടിക്ക് വേണ്ടി ഒരു വലിയ നിധി എവിടെയോ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ അതെവിടെയാ എങ്ങനെയാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ ഇങ്ങനെ ഒരു നിധിയുള്ള വിവരം നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? അത് വിശ്വനാഥൻ സാറുമായിട്ടുള്ള എൻ്റെ നിരന്തര പരിചയവും അദ്ദേഹത്തിന്റെ രീതിയൊക്കെ വെച്ച് ഞാൻ ഊഹിച്ചെടുത്തതാ. സത്യമാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങളത് ഊഹിച്ചെടുത്തത് തന്നെയാണോ? അതെ, ഇതെന്റെ ഊഹം മാത്രമാണ്. അല്ലാതെ ഒന്നും വക്കീലിന് അറിയില്ല? അറിയില്ല മോനെ, ഭഗവാനാണ് സത്യം. ശരി, ഇതൊന്നും ഒരു കാരണവശാലും വിശാലിന്റെ ചെവിയിൽ എത്തരുത്. അതുമാത്രമല്ല, നിങ്ങളായിട്ട് ഒരു സഹായവും ചെയ്തു കൊടുക്കരുത്. അങ്ങനെ എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ കൊന്നുകളയും ഞാൻ. ഞാൻ ഏതായാലും കോടീശ്വരിയാവാൻ പോവല്ലേ. അതിനനുസരിച്ചുള്ള മാറ്റങ്ങള് നടപ്പിലും എടുപ്പിലും ഒക്കെ വേണം. ഇനി ഈ വീടിനകത്തായാലും ഞാൻ ഈ രീതിയിലേ നടക്കൂ. കാണുമ്പോ തന്നെ ആൾക്കാർക്ക് തോന്നണം ഒരു കോടീശ്വരിയാണെന്ന്. നിന്റെ നടത്തം അത്ര പോരെ. ഇതൊരുമാതിരി വളവുണ്ട്. ഒരു കോടീശ്വരിയുടെ നടത്തത്തിന്റെ ഗുമ്മില്ല ഈ നടത്തത്തിന്. നടത്തം മാറ്റണം. ഒന്ന് മാറ്റിപ്പിടിച്ചു നോക്കാം. ഇവളിപ്പോ സദാസമയം കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് വലിയ ഗമയിലാണല്ലോ ഈ വീട്ടിനകത്ത് പോലും നടക്കുന്നത്. ചേച്ചി പോയതോടെ ഇവളുടെ പിരി ഇളകിയോ?